തായ്വാൻ അതിർത്തിക്ക് സമീപം വീണ്ടും ചൈനീസ് സൈന്യത്തിന്റെ പ്രകോപനം. തായ്വാന്റെ വ്യോമ പ്രതിരോധ മേഖലയിൽ 2 ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി വിമാനങ്ങളും 7 നാവിക കപ്പലുകളും ഒരു ഔദ്യോഗിക കപ്പലും അതിർത്തി കടന്നതായി തായ്വാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് ചൈനീസ് സൈനിക വിമാനങ്ങൾ തായ്വാന്റെ വടക്കൻ വ്യോമ പ്രതിരോധ മേഖലയിലേക്ക് കടന്നത്. അതിർത്തി കടന്നെത്തിയ 2 വിമാനങ്ങളും മീഡിയൻ ലൈൻ മറികടന്നതായി പ്രതിരോധ മന്ത്രാലയം എക്സിലൂടെ വ്യക്തമാക്കി. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും തായ്വാൻ സൈന്യം ഇതിനോട് കൃത്യമായി പ്രതികരിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ഞായറാഴ്ചയും സമാനമായ രീതിയിൽ ചൈനീസ് സൈന്യം അതിർത്തി ലംഘിച്ചിരുന്നു. 10 PLA വിമാനങ്ങളും 9 നാവിക കപ്പലുകളും 3 ഔദ്യോഗിക കപ്പലുകളുമാണ് ഞായറാഴ്ച തായ്വാൻ അതിർത്തിക്ക് സമീപം കണ്ടെത്തിയത്. ഇതിൽ 8 വിമാനങ്ങൾ മധ്യരേഖ കടന്ന് വടക്കൻ മേഖലയിലേക്ക് പ്രവേശിച്ചതായും തായ്വാൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. അതേസമയം തായ്വാൻ വിഷയത്തിൽ അമേരിക്കയുടെ ഇടപെടലുകൾക്കെതിരെ ചൈന രംഗത്തെത്തി. തായ്വാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അമേരിക്ക വളരെ കരുതലോടെ കൈകാര്യം ചെയ്യണമെന്നും ഇതിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ജൂലൈ 3 ചൈന മുന്നറിയിപ്പ് നൽകിയിരുന്നു. തടസ്സങ്ങൾ നീക്കാനും ശരിയായ പാതയിൽ ഉറച്ചു നിൽക്കാനും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി നടത്തിയ സംഭാഷണത്തിൽ ആവശ്യപ്പെട്ടതായി ഇന്ത്യയിലെ ചൈനീസ് അംബാസഡർ ഷു ഫെയ്ഹോങ് വ്യക്തമാക്കി. ചരിത്രപരവും രാഷ്ട്രീയവും നിയമപരവുമായ വാദങ്ങളിൽ വേരൂന്നിയ സങ്കീർണമായ ഒരു വിഷയമാണ് തായ്വാന് മേലുള്ള ചൈനയുടെ അവകാശവാദം. തായ്വാൻ ചൈനയുടെ അവിഭാജ്യ ഘടകമാണെന്നാണ് ബെയ്ജിങ്ങിന്റെ നിലപാട്. ദേശീയ നയങ്ങളിലും ആഭ്യന്തര നിയമങ്ങളിലും അന്താരാഷ്ട്ര പ്രസ്താവനകളിലും ചൈന ഈ വാദം ആവർത്തിക്കുന്നുണ്ട്. എന്നാൽ സ്വന്തമായ സർക്കാരും സൈന്യവും സമ്പദ് വ്യവസ്ഥയുമുള്ള തായ്വാൻ സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നത്. യുണൈറ്റഡ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം തായ്വാന്റെ പദവി അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചാ വിഷയമാണ്. പരമാധികാരം, സ്വയം നിർണയാവകാശം, അന്താരാഷ്ട്ര നിയമങ്ങളിലെ ഇടപെടാതിരിക്കൽ എന്നീ തത്വങ്ങളെ പരീക്ഷിക്കുന്നതാണ് ഈ വിഷയം. 1683 മിങ് രാജവംശത്തോട് കൂറു പുലർത്തിയിരുന്ന കോക്സിംഗയെ പരാജയപ്പെടുത്തി കിങ് രാജവംശം ദ്വീപ് പിടിച്ചെടുത്തത് മുതലാണ് തായ്വാന് മേൽ ചൈന അവകാശവാദം ഉന്നയിച്ചു തുടങ്ങിയത്. സമീപകാലത്തായി തായ്വാൻ കടലിടുക്കിൽ ചൈനീസ് സൈന്യം തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കിയിട്ടുണ്ട്. തായ്വാനെ സമ്മർദ്ദത്തിലാക്കുന്നതിന്റെ ഭാഗമായാണ് നിരന്തരമുള്ള ഈ സൈനിക വിന്യാസമെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ തായ്വാന് നൽകുന്ന പിന്തുണയും ആയുധ വിതരണവും ചൈനയെ വലിയ തോതിൽ പ്രകോപിപ്പിക്കുന്നുണ്ട്. ഏത് വിധേനയും തായ്വാനെ ചൈനയോട് കൂട്ടിച്ചേർക്കുമെന്ന നിലപാടിലാണ് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്. ഇതിനായി ആവശ്യമെങ്കിൽ സൈനിക നടപടി സ്വീകരിക്കാനും മടിക്കില്ലെന്ന് ചൈനീസ് ഭരണകൂടം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ തായ്വാൻ അതിർത്തിയിലെ ചൈനീസ് സൈനിക നീക്കങ്ങളെ ലോകരാജ്യങ്ങൾ വലിയ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. 1949 ചൈനയിൽ നടന്ന ആഭ്യന്തര യുദ്ധം കാര്യങ്ങൾ മാറ്റിമറിച്ചു. ചൈനയുടെ പ്രധാന ഭൂപ്രദേശം പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയായി മാറിയപ്പോൾ മറുപക്ഷമായ റിപ്പബ്ലിക് ഓഫ് ചൈന തായ്വാനിലേക്ക് പിൻവാങ്ങി അവിടെ ഭരണം സ്ഥാപിച്ചു. ചൈന മുഴുവൻ ഭരിക്കാനുള്ള അവകാശം തങ്ങൾക്കാണെന്ന് ഇരു കൂട്ടരും വാദിച്ചു. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ചൈനയുമായി ഒരു സൈനിക ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ തായ്വാൻ ഒരു സ്വതന്ത്ര രാജ്യം പോലെയാണ് പ്രവർത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.